തമിഴകത്തിന്റെ ക്യാപ്റ്റൻ വിട പറഞ്ഞു. തമിഴ് സൂപ്പർ താരവും DMDK സ്ഥാപക നേതാവുമായ വിജയകാന്ത് മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ നടനായിരുന്നു. അന്തരിച്ച ഈ മഹാനടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ വിജയകാന്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാരായണൻ വിജയരാജ് അളഗർ സ്വാമി എന്നാണ് വിജയകാന്തിന്റെ യഥാർത്ഥ പേര്. 1952 ഓഗസ്റ്റ് 25-ന് KN അളഗർ സ്വാമിയുടെയും ആണ്ടാൾ അഴകർ സ്വാമിയുടെയും പുത്രനായി മധുരയിലാണ് ജനനം. സിൽവർ സ്ക്രീനിൽ വില്ലനായി അരങ്ങേറി നായകനായി മാറി ഒടുവിൽ യഥാർത്ഥ ജനനായകനായി മാറിയ വ്യക്തിയാണ് വിജയകാന്ത്. പുരട്ചി കലൈഞ്ചർ എന്ന പേരിലാണ് അദ്ദേഹം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെട്ടിരുന്നത്. ദേശസ്നേഹിയായിട്ടും ഗ്രാമീണ നായകനായിട്ടും അതുപോലെ തന്നെ മിക്ക സിനിമകളിലും ഡബിൾ റോളിലും അഭിനയിച്ച താരം എന്ന നിലയിലും അദ്ദേഹം പോപ്പുലർ ആയിരുന്നു. തമിഴ് ഭാഷയിൽ മാത്രം അഭിനയിച്ച നടൻ എന്ന പ്രത്യേകതയും വിജയകാന്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മിക്ക വിജയ ചിത്രങ്ങളും ഹിന്ദിയിലും തെലുങ്കിലും ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1979-ൽ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്തിന്റെ സിനിമ അരങ്ങേറ്റം. തുടർന്ന് വന്ന അകൽ വിളക്ക്, നീരോട്ടം, സാമന്തിപ്പൂ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയങ്ങളായി മാറി. 1980-ൽ റിലീസായ അദ്ദേഹത്തിന്റെ ദൂരത്ത് ഇടിമുഴക്കം എന്ന സിനിമ ഇന്ത്യൻ പനോരമയിൽ പ്രദർശിക്കപ്പെട്ടു. 1980-ൽ റിലീസായ സട്ടം ഒരു ഇരുട്ടറ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നായകനായി അരങ്ങേറിയത്. തലപതി വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖർ ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. ചിത്രത്തിന്റെ നിർമ്മാതാവായ S ചിദംബരം നീരോട്ടം എന്ന സിനിമയിലെ പ്രകടനം കണ്ടിട്ടാണ് വിജയകാന്തിനെ ഈ ചിത്രത്തിലേക്ക് നായകനായി വിളിക്കുന്നത്. വിജയകാന്തിനെ നായകനാക്കിയതിൽ പലർക്കും നീരസമുണ്ടായിരുന്നുവെങ്കിലും നിർമ്മാതാവ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഈ ചിത്രം റിലീസായ ശേഷം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. ഈ സിനിമയിൽ വിജയകാന്തിന് ശബ്ദം നൽകിയത് SN സുരേന്ദർ എന്ന പ്രസിദ്ധനായ ഗായകനാണ്. ഈ സിനിമ മലയാളത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തുടർന്ന് കോപിഷ്ഠനായ റിബൽ ആയിട്ടുള്ള നായക വേഷങ്ങളിൽ അദ്ദേഹത്തെ നിരവധി സിനിമകളിൽ 80കളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 100ാമത് നാൾ, വൈദേഹി കാത്തിരുന്നാൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ ഉൾപ്പെടെ 1984-ൽ മാത്രം 18 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ റെക്കോർഡ് ഇതുവരെ മറ്റൊരു നായകനും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. 1985-ൽ തമിഴിലെ ആദ്യത്തെ 3D ചിത്രമായ അന്നൈ ഭൂമിയിലെ നായകനും ഇദ്ദേഹമായിരുന്നു. അഴിമതിക്കെതിരെ പോരാടുന്ന സത്യസന്ധനായ നായകനായി അദ്ദേഹം നിരവധി തമിഴ് സിനിമകളിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാകാം ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരാൻ സാധിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്തത്. ഊമൈ വിഴികൾ, അമ്മൻ കോവിൽ കിഴക്കാലൈ, നീതിയിൻ മറുപക്കം, പുതിയ തീർപ്പ്, നാനേ രാജ നാനേ മന്ദിരി, ഉഴവൻ മകൻ, പൂന്തോട്ട കാവൽക്കാരൻ, പൊന്മാന സെൽവൻ, ധർമ്മം വെല്ലും, രാജനടൈ, അങ്ങനെ 80കളിൽ വിജയകാന്തിന്റെ വിജയ പരമ്പര തുടർന്നുകൊണ്ടേയിരുന്നു. 80കളിൽ കമൽഹാസനും രജനീകാന്തിനും ഒപ്പം മത്സരിച്ച ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിജയകാന്ത്. മലയാളത്തിൽ സുരേഷ് ഗോപിയെ പോലെ അക്കാലത്തെ തമിഴ് ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിജയകാന്ത്. കാട്ടുതസ്കര വീരൻ വീരപ്പന്റെ കഥയുമായി സാമ്യമുള്ള ക്യാപ്റ്റൻ പ്രഭാകറൊക്കെ തമിഴകത്തും കേരളത്തിലും വൻ തരംഗമാണ് സൃഷ്ടിച്ചത്. വിജയകാന്തിന്റെ ചിത്രങ്ങളിൽ ഇളയരാജയുടെ ഈണങ്ങളിൽ വന്നിട്ടുള്ള ഗാനങ്ങൾ തമിഴ് മലയാളം സംഗീത പ്രേമികളുടെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയയിലൊന്നാണ്. അത്രയ്ക്ക് ഗംഭീരവും മനോഹരമായിട്ടുള്ള പാട്ടുകൾ. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം, ചിന്നമണിക്കുയിലെ, മുത്തുമണിമാലെ, അങ്ങനെ ഇളയരാജ വിജയരാജ് കോംബോയിൽ വന്ന ഗാനങ്ങൾ കാലാതിവർത്തിയാണ്. കുങ്കുമം മഞ്ചളുക്ക് ഇൻറുതാൻ നല്ല നാൾ. ഇളയരാജ മാത്രമല്ല ദേവ, വിദ്യാസാഗർ, SA രാജ്കുമാർ തുടങ്ങിയവരുടെ നിരവധി മനോഹര ഗാനങ്ങൾ വിജയകാന്തിന്റെ സിനിമകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
പുലൻ വിചാരണை, ക്ഷത്രിയൻ, സെന്തമിഴ് പാട്ട്, ക്യാപ്റ്റൻ പ്രഭാകർ, ചിന്ന ഗൗണ്ടർ, സേതുപതി IPS, ഓണസ്റ്റ് രാജ, എങ്ക മുതലാളി, സെന്തൂര പാണ്ടി, എൻ ആസൈ മച്ചാൻ, ഉളവുത്തുറൈ, കണ്ണുപട പോകുതയ്യ, വാനത്തെ പോലെ, നരസിംഹ, രമണ തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. 1990 ജനുവരി 31 അദ്ദേഹം പ്രേമലതയെ വിവാഹം ചെയ്തു. 2 ആൺമക്കളാണ് വിജയകാന്തിനുള്ളത്. 1984 വൈദേഹി കാത്തിരുന്നാൾ എന്ന ചിത്രത്തിനും 86 അമ്മൻ കോവിൽ കിഴക്കാലയ്ക്കും മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. என் கண்மணி ரொம்ப நல்லவ. அவளை நினைச்சா எனக்கு அழுகாச்சா வருது. என் கண்மணி என்ன பார்க்க வரலனா நான் சாகுற வரைக்கும் இப்படியே தான் அடிச்சுக்கிட்டு இருப்பேன். 94 തമിഴ്നാട് ഗവൺമെന്റ് MGR അവാർഡ് നൽകി ആദരിച്ചു. 2001 അദ്ദേഹത്തിന് കലൈമാമണി പട്ടവും നൽകി. 2010 പുറത്തിറങ്ങിയ വിരുദഗിരിയിലാണ് അദ്ദേഹം അവസാനമായി നായകനായി അഭിനയിച്ചത്. 2005 അദ്ദേഹം ദേശീയ മുർപോർ ദ്രാവിഡ കഴകം പാർട്ടി അഥവാ DMDK സ്ഥാപിച്ചത്. 154 ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം 2 തവണ MLA ആയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ തമിഴ് ജനതയുടെ വലിയ അംഗീകാരം ലഭിച്ച താരമാണ് വിജയകാന്ത്. കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വിജയകാന്ത് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ന്യൂമോണിയ കൂടി ബാധിച്ചതോടെ അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. 2023 ഡിസംബർ 28 വ്യാഴാഴ്ച ചെന്നൈ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. തമിഴകത്തിന്റെ സ്വന്തം ക്യാപ്റ്റനും പുരട്ചി കലൈഞ്ചറും ഒക്കെയായ അദ്ദേഹത്തിന് മലയാളത്തിന്റെ മണ്ണിൽ നിന്നും സ്നേഹത്തോടെ ആദരാഞ്ജലികൾ.